ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് അതിമനോഹരമായ ഒരു ഗ്രാമത്തിലൂടെയാണ് യാത്ര കേട്ടോ. കണ്ടില്ലേ, ആളുകളെല്ലാം കൃഷിക്കാരെല്ലാം റോഡ് സൈഡിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഞാനിപ്പോഴേ പട്ടാമ്പിക്കടുത്ത് ചെമ്മണാങ്കുന്ന് പറയുന്ന ഒരു തടയണയുണ്ട്, ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ളത്. അത് കാണാനാണ് പോകുന്നത്. അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞാൻ പോകുന്നത് കേട്ടോ. അതിമനോഹരമായ കൃഷി സ്ഥലങ്ങളിലൂടെയാണ് അങ്ങോട്ടുള്ള യാത്ര. നിരവധി തെങ്ങും കവുങ്ങും മാവും പ്ലാവും പറഞ്ഞില്ലേ, വാഴ, മറ്റ് പച്ചക്കറി, കാർഷിക വിളകൾ എല്ലാം ഉണ്ട് കേട്ടോ. ഭാരതപ്പുഴയുടെ തീരങ്ങളാണ് ഇതെല്ലാം. ഇവിടെ എല്ലാം നല്ല മഴക്കാലത്ത് വെള്ളം കയറുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അധികം വീടുകളൊന്നും ഇല്ല കേട്ടോ. വീട് വയ്ക്കാൻ കഴിയില്ല. വീട് വെച്ചാൽ അതെല്ലാം വെള്ളത്തിൽ മുങ്ങും, അത്ര അവസ്ഥയാണ്. ശരിക്കും ഒരു കുട്ടനാടിൻ്റെ ഫീലാണ് കേട്ടോ അവിടെയൊക്കെ. ഇതാണ് ആ സ്ഥലം കേട്ടോ. ഇത് ചെമ്മണാങ്കുന്നാണ് സ്ഥലമെങ്കിലും ഇതിനെ കറക്റ്റായിട്ട് പറയുന്നത് പള്ളിപ്പുറം ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീം എന്നൊക്കെയാണ് കേട്ടോ. ഇതിവിടെ ഒരു ക്ഷേത്രമുണ്ട്. മനോഹരമായൊരു ആംബിയൻസിനുള്ളിൽ നിലനിൽക്കുന്നൊരു ക്ഷേത്രമാണ്. നല്ല പച്ചപ്പിലാണ് കേട്ടോ. അപ്പോൾ ചില കാഴ്ചകളെല്ലാം നമ്മുടെ മനം ഇങ്ങനെ മയക്കിക്കൊണ്ടിരിക്കും. അത്തരം കാഴ്ചകൾ വീണ്ടും വീണ്ടും ചെല്ലാൻ തോന്നുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ചെമ്മണാങ്കുന്ന് തടയണയും ഇതിൻ്റെ അടുത്തുള്ള ക്ഷേത്രവും എല്ലാം. ക്ഷേത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല, ആ കാഴ്ചകളെല്ലാം ഇപ്പോൾ എടുക്കുന്നില്ല കേട്ടോ. കണ്ടില്ലേ, ചുറ്റുഭാഗം കൃഷി സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. വാഴ കണ്ടില്ലേ, വാഴകൾ എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കേ ആ ലിഫ്റ്റ് ഇറിഗേഷൻ്റെ ആ തടയണയും അതിനോടനുബന്ധിച്ചുള്ള ആ ബ്രിഡ്ജും എല്ലാം കാണാം. ഭാരതപ്പുഴയ്ക്ക് ഇറങ്ങാണ്, നല്ല കുത്തനെയുള്ള ഡീപ്പായിട്ടുള്ള ഇറക്കാണ്. ഇതാണ് ഭാരതപ്പുഴ കേട്ടോ. ഈ ഭാഗം പാലക്കാട് ജില്ലയിലാണ്. അതിന് മറുകര തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണോ എന്ന് സംശയമുണ്ട്. ശരിക്കും പറഞ്ഞാലേ ഭാരതപ്പുഴ കാണുമ്പോൾ തന്നെ എന്താ ഒരു മനസ്സമാധാനം എന്നറിയോ. മഴക്കാലത്ത് ഇത്തിരി രൗദ്രഭാവം പോകുമെങ്കിലും ഭാരതപ്പുഴ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നോസ്റ്റാളജിയും ഒരു വല്ലാത്ത അനുഭവമാണ്. ഞാൻ പറഞ്ഞതിൽ വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ ആളുകൾക്ക് രേഖപ്പെടുത്താം കേട്ടോ, കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഇതാണ് ആ തടയണ കേട്ടോ. രണ്ട് കരയിലും ചെറിയ റോഡുകൾ വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും വാഹന ഗതാഗതം ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ബ്രിഡ്ജ് അല്ല അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. കാൽനട മാത്രമേ ഉള്ളൂ കേട്ടോ അതിന് മേലെ കൂടെ. മാക്സിമം പൊന്തിച്ച് വെച്ചിരിക്കുക കേട്ടോ, പൊക്കി വെച്ചിരിക്കുകയാണ് ഷട്ടറുകളെല്ലാം. കാരണം ഇപ്പോൾ അറിയാലോ, വയനാടുത്തെ സംഭവമൊക്കെ നടന്ന സമയം ഇവിടെ വെള്ളം ആ ഷട്ടറിൻ്റെ മേലെ മുട്ടിയിട്ടാണ് പോയിരുന്നത്. അത്രയേറെ ജലപ്രവാഹമാണ് ഇതിന് ഉണ്ടായിട്ടുള്ളത്. പട്ടാമ്പി പാലം എല്ലാം കവിഞ്ഞു പോയത് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇതിനടുത്തുള്ള ആ പുൽപ്പരപ്പിലൂടെ അല്ലെങ്കിൽ ഇപ്പുറത്തെ തൊടിയിലൂടെ ഒന്ന് കടന്നു നോക്കുകയാണ്. നല്ല രസമാട്ടോ. നമ്മുടെ ഈ കുട്ടിക്കാലത്തെ ആ ഒരു ഗ്രാമ ഭംഗികളൊക്കെ ഇവിടെ നിലനിൽക്കുകയാണ്. ചില ഭാഗങ്ങളിലേ ഉള്ളൂ അപൂർവമായിട്ട്. ഈ ഭാരതപ്പുഴയുടെ രണ്ട് കരകളിലും നല്ല ഗ്രാമദൃശ്യങ്ങൾ തന്നെയാണ് കേട്ടോ. പടിഞ്ഞാറോട്ട് ഇങ്ങനെ നീണ്ടു വളഞ്ഞു പോകുന്ന ഭാരതപ്പുഴ. ഇത് തടയണയുടെ ഈ ദൃശ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതാം കേട്ടോ. എത്രയെത്ര പാട്ടുകളിലാണ്, പഴങ്കഥകളിലും സിനിമകളിലും എല്ലാമാണ് ഭാരതപ്പുഴ കടന്നു വന്നിട്ടുള്ളത്. ഒരു മെയിൻ കഥാപാത്രമായി തന്നെ ഭാരതപ്പുഴയുണ്ട് കേട്ടോ. എനിക്കിപ്പോഴും തോന്നുന്നത് ഈ പാലം കുറച്ച് വീതി കൂട്ടി നിർമ്മിക്കാമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എങ്കിൽ ഇരു കരയിലേക്കും ഒരു ഗതാഗത സൗകര്യം ഉണ്ടായേനെ. ഞാൻ മേലേക്കൊന്ന് കയറി നോക്കാം. അങ്ങ് ദൂരേക്ക് അക്കരയ്ക്ക് ഇങ്ങനെ നീണ്ട് കിടക്കട്ടോ. ഇതിൽ രണ്ട് സൈഡിലും താഴ്ന്നിട്ടും സെൻറ്റർ ഭാഗത്തിൽ കുറച്ച് കോൺക്രീറ്റ് കൊണ്ട് ഒരു വരമ്പ് പോലെ കേട്ടോ. കാരണം മഴ പെയ്ത് കഴിഞ്ഞാലേ ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ് മധ്യഭാഗം ഉയർത്തി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നല്ല ഉരുക്കിൻ്റെ പ്രവൃത്തികൾ തന്നെയാണ് കേട്ടോ. അതിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ, നല്ല കാറ്റടിക്കുന്നുണ്ട്. നല്ല ശുദ്ധമായ വായുവാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പട്ടാമ്പിയുള്ള ആളുകൾക്കൊക്കെ നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് മാറി അല്പനേരം സ്വച്ഛമായ ഒരു അന്തരീക്ഷത്തിൽ വന്നിരിക്കാൻ ഈ പ്രകൃതി നല്ലതാണ്. ഈ ചെമ്മണാങ്കുന്ന് തടയണയും പരിസരമൊക്കെ അടിപൊളിയാട്ടോ. ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വളർന്നുകൊണ്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോഴൊരു ഒട്ടനവധി ആളുകൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഞാൻ അവരെയൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല, എങ്കിലും ഫ്രെയിമിൽ പെടാതെ ഇരിക്കാൻ കഴിയാത്ത കുറച്ച് ആളുകൾ മാത്രം ഫ്രെയിമിൽ പെടുന്നുണ്ട്. കണ്ടില്ലേ, നടുവിലുള്ള ആ വരമ്പ് കണ്ടില്ലേ, രണ്ട് സൈഡിലും വെള്ളമൊഴുകുള്ള ചാലുമായിട്ടാണ് ഈ നടപ്പാത നിർമ്മിച്ചിരിക്കുന്നത്. ഷട്ടറിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ.
ഇതിന് മറുകര മുതുവട്ടൂർ ദേശമംഗലം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളാട്ടോ. പട്ടാമ്പിക്കടുത്തിന് ഇത് ഓങ്ങല്ലൂരിൻ്റെ അടുത്ത് എത്തിയിരിക്കും. ഓങ്ങല്ലൂരാണ് തൊട്ടടുത്തുള്ള സെൻറ്റർ. കിഴായൂർ എന്ന സ്ഥലങ്ങളെല്ലാം ഇവിടെ തന്നെയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാഴ്ചകൾ ആദ്യം കാണുന്നവരാണെച്ചാലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക കേട്ടോ. എല്ലാവരുടെയും സഹകരണം വേണേ. ഇനിയും ഒരുപാട് കാഴ്ചകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ്. കണ്ടില്ലേ, ഷട്ടറിന് താഴെ വെള്ളം ഒഴുകുന്നു. ഇതാണ് ആ കൂറ്റൻ നിർമ്മാണം, ഷട്ടർ. അത് തൂക്കിയിട്ടിരിക്കുന്ന കപ്പിയും ആ ഉരുക്ക് വടങ്ങളൊക്കെ കണ്ടില്ലേ, എത്ര ഭാരമാണത് വലിച്ചു നിർത്തിയിരിക്കുന്നത് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൂറിസം വകുപ്പിൻ്റെ സത്വരമായൊരു ശ്രദ്ധ ഇവിടെ പതിയുകയാണെങ്കിൽ, ഇവിടെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണെങ്കിൽ ഈ ഭാഗത്തെ ജനങ്ങൾക്കും കച്ചവടക്കാർക്കൊക്കെ നല്ല ഒരു ജീവിതമാർഗ്ഗമായേനെ. ഇവിടെ എല്ലാം കവുങ്ങ് തോട്ടങ്ങളും വാഴത്തോപ്പുകളുമാണ് കേട്ടോ കൂടുതൽ. ഒരു കുട്ടനാടൻ അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ശരിക്കും. ആലപ്പുഴയിലത്തെ പുഴയിലേക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇവിടെയൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അന്തരീക്ഷം മൂടിക്കെട്ടിയ അവസ്ഥയിലാണ്, നിറയെ മേഘങ്ങളാണ്. അതുകൊണ്ടാണ് ദൃശ്യങ്ങൾക്ക് കുറച്ച് ചാരുത കുറവ് കേട്ടോ. വെയിൽ മായാൻ വേണ്ടി ഞങ്ങൾ കുറേ നേരം നിന്ന് പക്ഷേ വെയിൽ മാറിയില്ല. ആ മൺസൂണിൻ്റെ ആ ഒരു മേഘശകലങ്ങൾ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുക തന്നെയാണ്. എങ്കിലും നല്ല ഭംഗിയുണ്ടല്ലേ പുഴ കാണാൻ. ഇവിടെ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചകളുണ്ട് കേട്ടോ. ഈ കറുകപ്പുല്ലൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ആ പുഴയും കറുകപ്പുല്ലും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്നുകൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഞാൻ വേറൊരു കാഴ്ച കണ്ടത്. ഇവിടുത്തെ ഒരു പമ്പ് ഹൗസ് ഉണ്ട്. പമ്പ് ഹൗസിൻ്റെ പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുള്ള പില്ലറുകളെല്ലാം ജലപ്രവാഹത്താൽ തകർന്നിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതെല്ലാം വെള്ളം കൊണ്ട് അടിച്ചിട്ട് മറിഞ്ഞിട്ടുള്ളതാട്ടോ. കരിങ്കൽക്കെട്ടുകളെല്ലാം മറിഞ്ഞ് കിടക്കുന്നത് കണ്ടില്ലേ. ഇതാണ് ആ പമ്പ് ഹൗസ് കേട്ടോ. ഇപ്പോഴും വർക്കിങ്ങിനെ തോന്നുന്നു, കാരണം ഇവിടെ ജോലിക്കാരൊക്കെ ഉണ്ട്. എത്ര ശക്തിയിലായിരിക്കും ആ വെള്ളം വന്നിട്ടുണ്ടായിരിക്കുക. കാരണം ആ വെള്ളത്തിന് കുറുകെയല്ല ശരിക്കും കെട്ടി നിൽക്കുന്നത്, എന്നിട്ട് പോലെ തകർന്നു. കണ്ടില്ലേ, എന്താ ഭംഗിയില്ലേ കറുകപ്പുല്ലുകൾ കാണാൻ. കറുകപ്പുല്ലും ആ പാലവും പുഴയും എല്ലാം കാണാൻ എന്താ വൈബ്. നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതാട്ടോ. ഓക്കെ.